നമ്മൾ തൽക്കാലം ഇന്ന് സ്റ്റേഷനിലേക്ക് പോകണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു ഇൻക്വസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ളൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കൂടി ഒന്ന് ഹാം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഇൻക്വസ്റ്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഷാമിയാനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഫുൾ ഏരിയ കവർ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസിന് നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു എല്ലാൻ്റെ ഇഷ്യൂ പോലെ ഒരു ടെൻഷൻ ബിൽഡപ്പ് ആവുന്നത് കൊണ്ട് എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഒഫീഷ്യലി ഇത് ചെയ്യാനുള്ള ഓർഡറിന്റെ കോപ്പി കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നിയമപരമായിട്ട് ചെയ്യണം തന്നെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്താണ് നമ്മുടെ പോലീസിന്റെ ഇൻഡിപെൻഡന്റ് എൻക്വയറിയുടെ ബേസിസിലാണ്. അതല്ലാതെ നമ്മൾ എന്താണ് മറ്റ് ആൾക്കാരുടെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മറ്റ് മതപരമായ കാര്യങ്ങളോ ഒന്നും അടിസ്ഥാനത്തിലല്ല, പ്യൂർലി നിയമപരമായിട്ടുള്ള പ്രൊസീജിയർ പാർട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എല്ലാവരുടെ ആംഗിളും കൂടി ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം കാര്യങ്ങൾ അറിയിക്കാം. താങ്ക് യു. അതിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറച്ച് അറേഞ്ച്മെന്റ്സും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു കേസിൽ മുന്നിട്ടിറങ്ങിയ ജില്ലാ കളക്ടർക്ക് ജനങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ആചാരങ്ങൾ നടത്താൻ അനുവദിക്കരുത്. സത്യം തെളിയണം. അച്ഛനെ കൊന്ന് കോൺക്രീറ്റ് ഇട്ട് മൂടി ഒരു മാലയും വെച്ച് പുതിയ ദൈവമാക്കി മാറ്റിയ മകൻ. അന്ധവിശ്വാസം ഒരു കുടുംബം മുഴുവൻ മൂത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും. എന്തായാലും തെളിയിക്കണം, അത്രേ ഉള്ളൂ. ജനങ്ങൾ അറിയട്ടെ ഈ നൂറ്റാണ്ടിലും നിലനിൽക്കുന്ന ഈ സമാധിയുടെ സത്യാവസ്ഥ.